അതുണ്ടല്ലോ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എൻ്റെ ലഞ്ച് ഒരുക്കങ്ങളാണേ. വെള്ളിയാഴ്ചകൾ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. വെള്ളിയാഴ്ചകളിൽ ജോലിക്ക് പോകണ്ട, അലാം വെക്കാണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഉറങ്ങി എണീക്കാം എന്നുള്ള പല അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനത്തെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. എണീറ്റ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ചപ്പാത്തി കഴിഞ്ഞ് തലേദിവസത്തെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തി എടുത്തു, കുറച്ച് റസ്ക് ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി തട്ടിക്കൂട്ടി അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ലഞ്ച് എന്തെങ്കിലും നമുക്ക് കാര്യമായിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്ത് കബോർഡ് തപ്പി നോക്കിയപ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിക്കണം. ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നിട്ട് കുറേ നാളുകളായിട്ടോ. അങ്ങനെ ഉണക്കച്ചെമ്മീൻ എടുത്ത് ചമ്മന്തി അരച്ച് ഫ്രിഡ്ജിൽ കുറച്ച് മാന്തൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത്, അത് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കുറച്ച് വറുത്തു. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് നെയ്മീൻ ഇരിക്കുന്നുണ്ട്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മാർക്കറ്റിൽ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് മീൻ കൊണ്ടുവന്ന് വീട്ടിൽ തരും കേട്ടോ. അങ്ങനെ വാങ്ങിയ കുറച്ച് നെയ്മീനിൽ ബാക്കിയിരുന്നത് അതെടുത്ത് ഞാൻ തേങ്ങ പാലൊഴിച്ചിട്ട് നല്ല ഒരു കറി വെച്ചു. എനിക്കിഷ്ടമാണ് തേങ്ങാപ്പാൽ കറി. ഇവിടെ എല്ലാവർക്കും തേങ്ങാപ്പാൽ കറി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ച് കുറച്ച് പച്ചക്കായ പഴുത്തു തുടങ്ങിയായിരുന്നു. അതെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉണക്ക ചെമ്മീനും കൂടി ഇട്ട് മൂടി പിടിപ്പിച്ച് ഒരു മെഴുക്ക് പുരട്ടി പോലെ ആക്കി. കുറച്ച് ബീട്രൂട്ട് എടുത്ത് തോരനാക്കി. ബീട്രൂട്ട് തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബീട്രൂട്ട് നീളത്തിലരിഞ്ഞ് സാലഡും ആക്കി അതിനെ. അങ്ങനെ പപ്പടവും വറുത്ത് അങ്ങനെ കുറച്ച് സ്റ്റൈലായിട്ട് അങ്ങ് ഊണാക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ എല്ലാം വിളമ്പി വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ എൻ്റെ മോൾക്ക് ആഗ്രഹം ഞാൻ ഈ എടുത്ത പാത്രത്തിൽ അവൾക്ക് ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ അവളാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡിൻ്റെ ആദ്യത്തെ രുചി നോക്കുന്ന ആൾ കേട്ടോ. അങ്ങനെ അവൾക്കത് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് സൂപ്പറായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.